ഇതുവരെ പട്ടിണി കിടന്നവളുടെ മുമ്പില് സമൃദ്ധമായ സദ്യ വിളമ്പി വച്ചേക്കല്ലേ, എങ്ങനെ അഹങ്കരിക്കാതിരിക്കും? അപകടമാണ് മൂർത്തി. എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ ഭാരം ജീവിതകാലം മുഴുവൻ നമ്മൾ ചുമക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. ഇതെന്തായി കാണിക്കുന്നേ? എനിക്ക് ബോറടിക്കുന്നു. അതിനിപ്പോ ഞാനെന്ത് വേണം? അതെ, ആ മൊബൈൽ എടുത്ത് വെച്ച് നോക്കിക്കൂടെ? അല്ലെങ്കിൽ തന്നെ അതിലേക്ക് പെമ്പിള്ളേർ നോക്കിയിരിക്കുന്ന കാണാലോ. ആ, നിങ്ങളുടെ മോള് ചിലപ്പോ അതും നോക്കി ഇരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ആ ശീലമൊന്നുമില്ല. അതെ, എന്റെ മോൾക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നുമില്ല. എനിക്ക് ഈ മുറിക്കകത്തിരുന്നിട്ട് ബോറടിക്കുന്നു. എന്തായാലും എഴുന്നേറ്റ് ഓടാൻ പറ്റില്ലല്ലോ, കാലൊടിഞ്ഞിരിക്കല്ലേ. ഓരോന്നിന് ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണമായിരുന്നു, ഇങ്ങനെ വന്നിരിക്കേണ്ടി വന്നാലേ ബോറടിക്കുമെന്ന്. ഓ, ഇനിയിപ്പൊ നിങ്ങളുടെ ഉപദേശം കൂടി തുടങ്ങിക്കോ. എനിക്കൊന്ന് പുറത്തിറങ്ങാൻ എന്തെങ്കിലും മാർഗമുണ്ടോന്ന്. എനിക്ക് ചിറക് വെച്ച് കെട്ടിത്തരാനൊന്നും അറിയില്ല, പറന്നങ്ങ് പോകാൻ. അതെ, നിങ്ങൾ ഈ വൈരാഗ്യം വെച്ച എന്റെ അടുത്ത് പെരുമാറുന്നത്. എന്നെ വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാ ആ മനുഷ്യൻ. അയാൾ എത്ര നന്നായിട്ടാ എന്റെ അടുത്ത് പെരുമാറുന്നേ. അങ്ങനെ പെരുമാറാൻ സൗകര്യമുള്ളൊരു പെരുമാറും. ഞാൻ അങ്ങനെ പെരുമാറാത്ത കൂട്ടത്തില്. എന്റെ അവസ്ഥ എന്താന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെന്താ മോളെ മോക്ക് അങ്ങനൊരു അവസ്ഥ? ഇതെന്ത് പറ്റി മോക്ക്? ചേച്ചി വന്ന് പരാതി പറഞ്ഞപ്പോ ഞാൻ അത്ര കാര്യമാക്കിയില്ല. മോളെ അമ്മായിയോട് ദേഷ്യത്തിലാണോ പെരുമാറിയത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയുന്നതൊക്കെ സത്യ. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ മുതല് മോക്ക് വല്ലാത്തൊരു ചേഞ്ച് ഉണ്ട്. എന്റെ പൊന്നു സാറേ, എന്താ ഈ ചേഞ്ച് എന്നറിയോ? ഇങ്ങനൊരു മുറിക്കകത്തിരുന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഓടാനും നടക്കാനും ആയ കാലം മുതല് ഓട്ടം അല്ലായിരുന്നോ ഓട്ടം? നാട്ടിലുള്ളപ്പോ പിള്ളേരുടെ കൂടെ ആയിരുന്നു. ഇവിടെ വന്നപ്പോഴോ ദേ കൃത്യം പുതിയൊരു കൂട്ടുകാരിയെ കിട്ടി, മോളിക്കുട്ടി. അതിനിടയിൽ ഇങ്ങനെ വീണുപോയ സഹിക്കൂ? പിന്നെ സാറിന്റെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം. അതാണോ മോളെ കാര്യം? മോക്കിപ്പോ എന്താ പ്രശ്നം? പുറത്തു പോണോ? എങ്ങനെ പോവും? സിമ്പിൾ അല്ലേ, വീൽ ചെയറിലല്ലേ ഇരിക്കുന്നത്. മോളെ പുറത്ത് കൊണ്ടുപോയിക്കൂടെ? അതൊന്നും വേണ്ട. ആ, തടസ്സം പറഞ്ഞില്ലെങ്കിൽ അമ്മയാവില്ലല്ലോ അല്ലേ മോളെ? മോളെ അച്ഛനിപ്പോ ഇങ്ങനെ വരാം. അതെ, സാറിന്റെ സ്നേഹം കണ്ടോ? അതില്ലാതാക്കാൻ നോക്കരുത്. ഈ സ്നേഹം നിങ്ങളുടെ മോൾക്കുള്ളതല്ലേ? അത് ഞാൻ ഉറപ്പായിട്ട് ഇല്ലാതാക്കാൻ നോക്കും. ഞാൻ ഇവിടുന്ന് മടങ്ങുമ്പോഴേക്കും അയാൾ അവളെ വെറുത്തിരിക്കും. അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്താ? ഒന്നുമില്ല.